രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നാലെ ഗതികെട്ട് പി.വി. അൻവർ ഒടുവിൽ ബംഗാൾ തുരുത്തിലേക്ക്. രാഷ്ട്രീയ അഭയം തേടി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തു. നിലമ്പൂർ എം.എൽ.എ സ്ഥാനവും അൻവർ രാജിവെച്ചു. ഇടതു മുന്നണിയിലും CPM-ലും ഭിന്നിച്ചു നിൽക്കുന്നവരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കും. CPM-ന്റെ പാപഭാരവും ചുമന്നാണ് ഇനി പ്രവർത്തനമെന്നും പി.വി. അൻവർ പ്രതികരിച്ചു. അൻവർ പോയത് പുല്ലു പാർട്ടിയിലേക്കെന്ന് CPM നേതാവ് A.K. ബാലൻ പരിഹസിച്ചു. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് രാജി സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇനി അതിന് സമയം കളയാതെ നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. നിങ്ങളുടെ ഈ MLA-ഷിപ്പ് കേരളത്തിലെ മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്കായി നിങ്ങൾ സമർപ്പിക്കുക. ആ സമർപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഉടനെ തന്നെ പാർട്ടി തലത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഈ P. ശശിയുടെയും അജിത് കുമാറിൻ്റെയും കോക്കസിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, പി.വി. അൻവർ ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു. രാഷ്ട്രീയ നിലപാടുകൾ എപ്രകാരമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്? നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ പൂർണ്ണത വന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അത്തരത്തിലാണ് ഉള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത്. കാരണം ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ UDF-നെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള നിലപാടായിരുന്നു പി.വി. അൻവർ സ്വീകരിച്ചത്. അദ്ദേഹം രാജിക്കത്ത് നൽകി കഴിഞ്ഞു. അപ്പോൾ പി.വി. അൻവർ സ്വീകരിച്ചത് രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറി. സ്പീക്കർ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു നിലപാടുകൾ തന്നെയായിരുന്നു പ്രത്യേകിച്ച് പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിച്ചത്. പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ പല നേതാക്കളെയും വിമർശിച്ചതിനെ കുറിച്ച് താൻ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പ്രത്യേകിച്ച് VD സതീശനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഏകദേശം 150 കോടിയിലധികം രൂപ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അഴിമതി പണമായി ലഭിച്ചു എന്നത് പല ഘട്ടങ്ങളിലായി നിയമസഭയിൽ അദ്ദേഹം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഒപ്പം VD സതീശനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ താൻ ക്ഷമ ചോദിക്കുന്നു, അത് 200% അല്ലെങ്കിൽ 200 മടങ്ങ് ക്ഷമ ചോദിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് തൃണമൂൽ കോൺഗ്രസുമായി ഉള്ള ബന്ധം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറഞ്ഞില്ല. പക്ഷേ മമതാ ബാനർജി പ്രത്യേകിച്ച് ഈ തൃണമൂൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മമതയുടെ നിലപാടിനനുസരിച്ചാണ് താൻ രാജിവെച്ചത്. ഒപ്പം തന്നെ വന്യജീവി പ്രശ്നങ്ങൾ, സംസ്ഥാനം നേരിടുന്ന വന്യജീവി പ്രശ്നമാണ് താൻ കൂടുതലായി സംസ്ഥാനത്ത് ഉയർത്തിക്കാണിക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന സാഹചര്യത്തിൽ ആ ജനവിഭാഗത്തിനോടൊപ്പം നിന്നുകൊണ്ട് പുതിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നത് എന്ന നിലപാടുകളായിരുന്നു പ്രധാനമായും പി.വി. അൻവർ ഉന്നയിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകളിലൊപ്പം ഈ കേരള നിയമസഭയിൽ കൊണ്ടുവരാൻ പോകുന്ന വന്യജീവി പുതിയ നിയമമുണ്ട്. ആ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ കാര്യങ്ങളിൽ അമെന്റ്മെന്റ് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ പ്രതിപക്ഷത്തിലെ എല്ലാ MLA-മാരും തയ്യാറാകണമെന്ന ഒരു ആഹ്വാനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കാരണം വന്യജീവി ശല്യം സംസ്ഥാനത്ത് രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ അത് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കേണ്ട സർക്കാർ അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നിലവിൽ കാണിക്കുന്നത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായി കാട്ടുകള്ളനായ P. ശശിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പല ഘട്ടങ്ങളിൽ P. ശശിക്കെതിരായ ആക്ഷേപങ്ങൾ, തെളിവുകൾ താൻ കൈമാറിയതാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അത് നേരത്തെയും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പി.വി. അൻവർ പറഞ്ഞതെങ്കിലും അത് ഇപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം P. ശശിയെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ്. പി.വി. അൻവർ വ്യക്തമാക്കിയ ഒരു നിലപാട് ഇത്തരത്തിലാണ്. കാട്ടുകള്ളനാണ് P. ശശി, അതിൽ നിന്നും വലിയ
വലിയ കള്ളനല്ല താൻ. അത്തരത്തിൽ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായി. ഒപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള സജീവമായി നടക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്ത് വലിയ അഴിമതികൾ നടക്കുമ്പോൾ അതിന് പിണറായി എന്ന മുഖ്യമന്ത്രിയെ കൂട്ടുപിടിക്കുകയാണ് എന്ന ആക്ഷേപം അദ്ദേഹം ഉയർത്തുന്ന സാഹചര്യം. സംസ്ഥാനത്ത് പിണറായിസം അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യം. ആ പിണറായിസത്തിന്റെ നിലപാടുകൾ അത് തനിക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. പിണറായി അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന നിലപാട് അത് വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് തനിക്ക് പിന്തുണ ലഭിച്ചു. ഉന്നത CPM നേതാക്കളിൽ നിന്നാണ് അത്തരത്തിലുള്ള പിന്തുണ ലഭിച്ചത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായിസം തനിക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ 2025-2026 കൂടി താൻ നടത്തേണ്ടത്. ഏകദേശം 484 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പിണറായിസം അവസാനിപ്പിക്കാൻ. അതിനുശേഷം പിണറായിസം സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ താൻ ഒരുമിച്ച് മുന്നോട്ട് പോകും. അത് കോൺഗ്രസുമായി ഒരുമിച്ചാണെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും താൻ കടക്കുക എന്നതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം എങ്ങോട്ടാണ് എന്ന ചോദ്യത്തിൽ ഒരു ചോദ്യചിഹ്നം ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറഞ്ഞു താൻ തൃണമൂൽ കോൺഗ്രസുമായി ഒരുമിച്ച് മുന്നോട്ട് പോകും. അതിനുള്ള മെമ്പർഷിപ്പ് താൻ ഇതുവരെയും കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി താൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി രാജിക്കത്ത് നൽകിയ സാഹചര്യത്തിൽ ആ രാജി വന്നതിന് ശേഷം അത് പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷമായിരിക്കും താൻ തൃണമൂലിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുക എന്ന വാക്കു പ്രയോഗിക്കുമ്പോഴും പൂർണ്ണമായും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ, കോൺഗ്രസിനെ വാഴ്ത്തിപ്പാടുന്ന തരത്തിലുള്ള നിലപാടുകൾ തന്നെയാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. പല ഘട്ടങ്ങളിലും PV അൻവറിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചതും ഇത്തരത്തിലാണ്. തങ്ങൾക്ക് ഇത്തരത്തിൽ കോൺഗ്രസിനെ വാഴ്ത്തിപ്പാടുന്ന സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് അംഗത്വം സ്വീകരിച്ചുകൂടാ, അതിൽ ആരാണ് തടസ്സം നിൽക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ PV അൻവർ ഒഴിഞ്ഞു മാറുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം അത് വരും ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടത് തന്നെയാണ്. കാരണം PV അൻവർ ഏത് രാഷ്ട്രീയ നിലപാടിലേക്ക് മുന്നോട്ട് പോകും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിലത്തെ ഇപ്പോഴത്തെ പ്രഖ്യാപനം തൃണമൂൽ കോൺഗ്രസുമായി ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും, തൃണമൂൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് താൻ ഉടനെ എടുക്കുമെന്നൊക്കെ നിലപാടുകൾ പറയുമ്പോഴും കോൺഗ്രസിനെ വാഴ്ത്തിപ്പാടുന്നതിന് പിന്നിലുള്ള നിലപാട് എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം ഇനി ഒരുപക്ഷെ താൻ മെമ്പർഷിപ്പ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇത്തരത്തിലാണ്. താൻ തൃണമൂൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇപ്പോഴും എടുക്കാത്ത സാഹചര്യത്തിൽ തന്റെ അനുയായികളുമായി സംസാരിച്ചതിന് ശേഷം ഏത് സംഘടനയിലേക്ക് പോകണം എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ തീരുമാനം കൈക്കൊള്ളും. ആ അന്തിമമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രീയ പ്രവേശനം എന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നു. അടുത്ത ഘട്ടത്തിൽ താൻ തൃണമൂലിന്റെ മെമ്പർഷിപ്പ് എടുക്കാനായി മറ്റു മുതിർന്ന തൃണമൂൽ നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു വിഭിന്നത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മുഖ്യമന്ത്രി ആക്രമിക്കുന്ന കാര്യത്തിൽ, മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും പിന്നോക്കം പോയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി അദ്ദേഹം വിശേഷിപ്പിച്ചത്, PV അൻവർ വിശേഷിപ്പിച്ചത് ഇത്തരത്തിലാണ്: പിണറായിസം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു, പിണറായിസമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത്. പിണറായിയുടെ പാർട്ടിയിൽ നിന്ന് പോലും, CPM-നുള്ളിൽ നിന്ന് പോലും പല ഘട്ടങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നു. ആ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് പിണറായിക്കെതിരെ താൻ വിമർശനങ്ങൾ ഉന്നയിച്ചത്, ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. ഇതെല്ലാം ശരിവെക്കുന്ന ആക്ഷേപങ്ങളാണ് എന്നാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. ഒപ്പം തന്നെ പിണറായിയുടെ പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് CPM-ൽ നിന്ന് ആരാണ് പിന്തുണ നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഉന്നത CPM നേതാക്കളാണ് എന്നതടക്കമുള്ള മറുപടി ലഭിക്കുന്നെങ്കിൽ പോലും പേരുകൾ വെളിപ്പെടുത്താൻ, പിണറായിക്കെതിരെ CPM-ൽ കളമൊരുക്കിയ നേതാക്കൾ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള പേരുകൾ വെളിപ്പെടുത്താൻ ഇപ്പോഴും PV അൻവർ തയ്യാറാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രോഹിണി, വിനീഷ്, ഒരു കാര്യം കൂടി. രാജി പ്രഖ്യാപന വേളയിൽ, രാജിവെച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ PV അൻവർ വ്യക്തമാക്കിയത് മമതാ ബാനർജി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ രാജിവെക്കുന്നത് എന്നാണ്.
രാഷ്ട്രീയ നിലപാട് തൃണമൂൽ കോൺഗ്രസിലേക്ക് എന്ന് തന്നെയാണ് അപ്പോൾ വ്യക്തമായത്. പക്ഷേ തുടർന്ന് UDF-ന് പിന്തുണ നൽകും എന്നുള്ള രീതിയിലായിരുന്നു നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞത്. VS ജോയിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ അത് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും എന്നുള്ളൊരു വിയോജിപ്പ് കൂടി PV അൻവർ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമ്പോൾ തന്നെ രാഷ്ട്രീയമായി കേരളത്തിൽ ആരോട് സഹകരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. UDF-ലേക്ക് എന്നുള്ള അല്ലെങ്കിൽ UDF-ന് പിന്തുണ എന്നുള്ള തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഈ അടുത്ത നിമിഷങ്ങളിലും PV അൻവർ നൽകുന്നത് വാർത്താമാധ്യമങ്ങളോട്. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ VD സതീശനെതിരായി ഉന്നയിച്ച ആരോപണത്തിൽ താൻ മാപ്പ് ചോദിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ വന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു മാധ്യമങ്ങളോട് മുന്നിൽ അദ്ദേഹം പ്രതികരണം നടത്തി തുടങ്ങിയ സമയം മുതൽ തന്നെ ആദ്യം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഇത്തരത്തിലാണ്: പ്രതിപക്ഷ നേതാവിനെതിരായി താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ഇതിലെല്ലാത്തിനും താൻ മാപ്പ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഡ്രാഫ്റ്റായി നൽകിയ അല്ലെങ്കിൽ എഴുതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ താൻ സഭയിൽ അത്തരമൊരു പരാമർശം നടത്തിയത്. ഒപ്പം തന്നെ കോൺഗ്രസിലേക്ക് 150 കോടിയിലധികം രൂപ ഒഴുകിയെത്തിയെന്ന ആക്ഷേപം ഉന്നയിച്ചതും അത് P ശശി ഡ്രാഫ്റ്റായി തന്നെ എഴുതി നൽകിയിട്ടുണ്ട്, അത് തന്റെ പക്കലുണ്ട്. പക്ഷേ അത് കുറച്ചു കാലത്തിന് ശേഷം തനിക്കത് മനസ്സിലായി, P ശശി നൽകിയ ആ വിവരങ്ങൾ തെറ്റായിരുന്നു എന്ന് തനിക്ക് മനസ്സിലായി എന്ന ഏറ്റുപറച്ചിൽ തന്നെയാണ് PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയതും. അതേസമയം കോൺഗ്രസിനെ പൂർണ്ണമായി പുകഴ്ത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. K മുരളീധരൻ അടക്കമുള്ളവർ തനിക്കെതിരെ കോൺഗ്രസ് പ്രവേശനത്തിന് തന്നെ സ്വാഗതം ചെയ്യുന്നു. തന്നെ ജ്യേഷ്ഠ തുല്യനായ ആളാണ് K മുരളീധരൻ എന്നൊക്കെ അദ്ദേഹം വാതോരാതെ പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും ഒരേ തണത്തിൽ അദ്ദേഹം വാഴ്ത്തിപ്പാടുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് താൻ പോയാലും ആ കോൺഗ്രസിന് നിരുപാധികം പൂർണ്ണ പിന്തുണ നൽകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ കോൺഗ്രസിന് പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും താൻ മുന്നോട്ട് തന്റെ അടുത്ത പ്ലാനുകൾ എന്നാണ് PV അൻവർ വിശദീകരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ PV അൻവർ പൂർണ്ണമായും കോൺഗ്രസിനെ വാഴ്ത്തിപ്പാടുന്ന തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു സംശയം ഉളവാക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ചില ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ മമതാ ബാനർജി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ രാജിവെച്ച് ഈ വന്യജീവി പ്രശ്നം മമതാ ബാനർജി പ്രത്യേകിച്ച് ലോകസഭയിൽ ഉന്നയിക്കും, പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് തനിക്ക് ഉറപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജി. ഒപ്പം തന്നെ താൻ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇതുവരെയും എടുത്തിട്ടില്ല. മെമ്പർഷിപ്പ് എടുക്കുന്നത് സംബന്ധിച്ച് അവർ ഈ PV അൻവറുമായി അടുത്തു നിൽക്കുന്ന അനുയായികളുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും അത്തരം മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യത്തിലേക്ക് തീരുമാനം ഉണ്ടാവുക എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്